പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്തോരം അധ്വാനിക്കുന്നവരാണല്ലേ. നമ്മളെ ഈശോ ഏൽപ്പിച്ച കാര്യങ്ങൾ, പഠിത്തമാവട്ടെ, ജോലിയാവട്ടെ, നമ്മുടെ മിനിസ്ട്രി ആവട്ടെ, ഈശോ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ എന്തോരം കഠിനാധ്വാനം ചെയ്ത് അതിനുവേണ്ടി വലിയ പരിശ്രമങ്ങളൊക്കെ എഫേർട്ടൊക്കെ ഇട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ലേ. പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കെപ്പോഴും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഈ അധ്വാനത്തെ ആരും കാണുന്നില്ല, മാനിക്കുന്നില്ല, ഒരു നല്ല വാക്ക് പോലും പറയുന്നില്ല, നമ്മുടെ അധ്വാനം തിരിച്ചറിയുന്നില്ല. നമ്മൾ ഈ എല്ല് പൊടിയാക്കി ചോര നീരാക്കി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നമ്മളായിരിക്കുന്ന ആ ഒരു പ്രസ്ഥാനം വളരാൻ വേണ്ടിയിട്ടോ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അഭിവൃദ്ധിപ്പെടാൻ വേണ്ടിയിട്ടോ ഒക്കെ ഒത്തിരി നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷേ ഒരു നല്ല വാക്ക് പോലും ആരും പറയുന്നില്ല, ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. നമ്മൾ ചിലപ്പോൾ സങ്കടം കൊണ്ട് പറയും, ഒരു ചീത്തയെങ്കിലും പറയൂ, എൻ്റെ ഇതൊന്ന് കണ്ടിട്ടൊരു രണ്ട് ക്രിറ്റിസിസം എങ്കിലും പറയുന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെ നോക്കാറുണ്ട്. ആരും ചിലപ്പോൾ മൈൻഡ് ചെയ്യത്തില്ല. നമ്മുടെ ഈ അധ്വാനം, നമ്മൾ എല്ല് പൊടിയാക്കിയത്, നമ്മൾ ചോര നീരാക്കിയത്, നമ്മൾ അധ്വാനിച്ചൊന്നും ആരും കാണാത്ത സമയങ്ങൾ വരും. ഒരു നല്ല വാക്ക് പോലും കേൾക്കാത്ത സമയങ്ങൾ, ചങ്ക് പൊടിഞ്ഞു പോകുന്ന സമയത്ത് അല്ലേ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പണിയെടുത്തത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ഓർത്ത് നമുക്ക് വലിയ സങ്കടം വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു സങ്കടത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഈശോ ഒരു കുഞ്ഞു കാര്യം ചെയ്തത്, കുഞ്ഞു കാര്യമല്ല, ഒരു മഹത്തായ കാര്യം ചെയ്ത ഒരു കുഞ്ഞു വായന നമ്മൾ ഇന്ന് ചിന്തിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ആ ഒരു ഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായത്തിലാണ് ഈശോയുടെ കാൽച്ചുവട്ടിൽ കൊണ്ട് നാർദീൻ സുഗന്ധതൈലം ഒക്കെ ഒഴുക്കുന്ന ആ ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ വായിച്ചിരുന്നു. 14-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഈശോ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഇവൾ എനിക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്തിരിക്കുന്നു. ആ വചനം ഒന്ന് അടയാളപ്പെടുത്തിയിരുന്നേ, മർക്കോസ് 14:6. ഇവൾ എനിക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒന്ന് മനസ്സിലാക്കുകയെ, ഈശോ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റാരും ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. നീ പഠിച്ചത്, നീ അധ്വാനിച്ചത്, നീ ഉറക്കം വിളച്ചത്, നീ പകലന്തിയോളം പണിയെടുത്തത് ഒന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഈശോ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈശോ ഇങ്ങനെ പറയാണ്, ഇവൾ എനിക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്തിരിക്കുന്നു. ഇനി മറ്റൊരു വചനം കൂടെ ശ്രദ്ധിക്കണം, 14:9, മർക്കോസ് 14:9 ഈശോ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്, ഇത് ലോകത്തെവിടെയൊക്കെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നോ അവിടെയെല്ലാം ഇവൾ ചെയ്ത ഈ പ്രവൃത്തിയും അതിനെക്കുറിച്ചും സംസാരം ഉണ്ടാവും, അതിനെക്കുറിച്ചും പ്രഘോഷണങ്ങൾ ഉണ്ടാവുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ചെയ്യുന്ന ഒരു കാര്യം കണ്ടോ? അതായത് ഒരു നല്ല പ്രവൃത്തിയെ ഈശോ ശ്രദ്ധിക്കുന്നുണ്ട്, നോട്ടീസ് ചെയ്യുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അക്നോളജ് ചെയ്യുന്നുണ്ട്. അത് ഈശോ എടുത്തു പറയും കൂടെ ചെയ്യാണ്. നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നമുക്ക് എപ്പോഴും സങ്കടം വരുന്നത് എങ്ങനെയാണ്? ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, ഞാൻ ആയിരിക്കുന്ന ഈ സ്ഥലത്തിന് വേണ്ടിയൊക്കെ ഇത്ര അധ്വാനിച്ചു, എന്നിട്ട് അവർ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. നമുക്കതിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയാലോ? ഈശോ പറയുന്നത് കേട്ടായിരുന്നോ? ഇവൾ എനിക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്തിരിക്കുന്നു. നമുക്ക് ഇപ്പം പഠിക്കുന്നതും ജോലി ചെയ്യുന്നത്, മിനിസ്ട്രീസ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഇത് അവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്ക് വേണ്ടിയിട്ട് പോലുമല്ല. ആർക്ക് വേണ്ടി ചെയ്യണം? ഈശോയ്ക്ക് വേണ്ടി ചെയ്താൽ, ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, ഈശോയ്ക്ക് വേണ്ടി ചെയ്താൽ ഈശോ അത് കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ അക്നോളജ് ചെയ്യുന്നുണ്ട്. ഇവൾ എനിക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്തിരിക്കുന്നു. ഇവൾ ചെയ്ത ഈ കാര്യം ലോകത്ത് എവിടെയൊക്കെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നോ അവിടെ എല്ലാം കൂടെ ഇതും കൂടെ പ്രഘോഷിക്കപ്പെടുമെന്ന് ഈശോ പറയുക. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈശോ, ഞാൻ പഠിക്കുന്നു, ആരും ബോധിപ്പിക്കാനല്ല, എനിക്ക് പോലും ഒരു നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ടല്ല, എനിക്കൊരു ഹൈ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ടില്ല. ഇത് ഞാൻ ഈശോയെ നിനക്ക് വേണ്ടി പഠിക്കാം. ഞാനിതാ ജോലി ചെയ്യാൻ വേണ്ടി ഇന്ന് പോവാണ്. ഇന്നൊരു ദിവസം മുഴുവൻ കഴിഞ്ഞു, ഞാൻ അധ്വാനിച്ചു, എനിക്ക് ഇന്ന് സങ്കടങ്ങളാണ്, ആരും എന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ലെന്ന്. പക്ഷെ നാളെ ഈശോ ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത്, ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകാൻ പോകുന്നത്, ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് അടക്കാൻ പോകുന്നത് അവർക്ക് വേണ്ടിയോ ഇവർക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടി പോലുമല്ല, ഞാൻ അങ്ങേക്ക് വേണ്ടി, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാനിത് ചെയ്യാൻ പോകാമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്ത് വിശ്വസിച്ചേ, നീ ഈശോയ്ക്ക് വേണ്ടി ചെയ്തതൊന്നും വെറുതെ ആയി പോവില്ല. ഈശോയ്ക്ക് വേണ്ടി നീ ചെയ്ത ഒരു കാര്യവും വെറുതെ ആയി പോവില്ല. നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞു തരില്ലേ, 1 കൊരിന്തോസ് 15:58, ക്രിസ്തുവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഈശോയിൽ നിങ്ങൾ ചെയ്ത ഒറ്റ കാര്യം പോലും വെറുതെ ആയി പോകരുത്. അതൊരു കുഞ്ഞു കാര്യമാവട്ടെ, ഒരു മഹത്തായ കാര്യമാവട്ടെ, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട കാര്യമാവട്ടെ, നമ്മൾ അത്രയും അധ്വാനിച്ചിട്ട് നമുക്കൊരു നല്ല വാക്ക് കേൾക്കാതെ പോയൊരു കാര്യമാവട്ടെ, ഇനി എല്ലാ കാര്യങ്ങളും ചെറുതും വലുതും എല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യുക. കർത്താവ് അത് കാണും, അതിനെ അംഗീകരിക്കും, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. ഈശോ നിന്നെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ ഈശോ സംസാരിക്കട്ടെ നമ്മളെക്കുറിച്ച്, മറ്റാരുമല്ല, ഈശോ നമ്മളെക്കുറിച്ച് സംസാരിക്കട്ടെ. നമ്മളെ ഓർത്ത് ഈശോ അഭിമാനിക്കട്ടെ. നമുക്ക് ഇത്രയും സമയവും കഴിവും ഒക്കെ തന്ന കർത്താവ് നമ്മളെ ഓർത്ത് സന്തോഷിക്കട്ടെ. പ്രിയപ്പെട്ട സൗരങ്ങൾക്ക് ഉള്ളിൻ്റെ എന്തെങ്കിലുമൊക്കെ ആളുകളിൽ നല്ല വാക്കുകൾ കേട്ടിട്ടില്ല, അപ്രീസിയേഷൻ കിട്ടിയില്ല, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചില ക്രിറ്റിസിസം ഒക്കെയാണ് കിട്ടിയത്, തെറ്റിദ്ധരിക്കപ്പെട്ടു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ആശീർവാദത്തിലൂടെ ആ സങ്കടം എല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യാനൊരു കൃപ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.